ഹലോ, എന്താണ് ഇത്രയ്ക്ക് വലിയ ആലോചന? വലിയ കവിത എഴുതുന്ന അസുഖമുണ്ടോ എനിക്ക്? എന്താ, ഞാൻ കവിത എഴുതിയാ പറ്റില്ലേ? എടോ, ഇത്രയും വെറുപ്പിക്കൽ ചിന്തയും ആറ്റിറ്റ്യൂഡ് ഉള്ളത് എനിക്ക് ഒരിക്കലും പറ്റാത്തൊരു പണിയാണ് ഈ കവിത എഴുത്ത്. താൻ ഈ ബാലികേറാമല എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതുപോലെ തന്നെ. അയ്യോ തമാശ. ഇതിന്റെ ശോകമൊന്നും പറഞ്ഞാ പോരാ, കട്ട ശോകം. അല്ല, ഈ നാട്ടിൻപുറത്തുകാരിയായി തനിക്ക് ഈ ഭാഷയ്ക്ക് എങ്ങനെ അറിയാം? എടോ മാഷേ, എനിക്ക് നാട്ടിൻപുറത്ത് ആടിനമേക്കലല്ലായിരുന്നു ജോലി. +2 വരെ ഞാനും പഠിച്ചതാ. +2 സബ് ജില്ലയില് കവിതയ്ക്ക് ഫസ്റ്റ് എനിക്കായിരുന്നു. തള്ളു 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 തള്ളു. അയ്യോ, ഇങ്ങനെയുണ്ടൊരു തള്ളു. ഈ തള്ളിനൊക്കെ ഒരു പരിധി വേണ്ടോ? തള്ളൊന്നും അല്ലടോ, സത്യം. അതെ, ഈ പ്രേമിക്കുമ്പോഴാ കവിത വരാറെന്നൊക്കെ പറയാറുണ്ട്. താൻ ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ? ഇല്ല, അതിന് പറ്റിയൊരാളെ ഈ നിമിഷം വരെ കണ്ടെത്തിയിട്ടില്ല. ഇനി LLBക്ക് പഠിക്കാൻ പോകുമ്പോ അവിടെ എങ്ങാനും ഉണ്ടെന്ന് നോക്കണം. വെറുതെ മീശയും വെച്ച് വളന്ന് സംസാരിച്ചാലേ ആണാവില്ല. അതിനൊരു തലയെടുപ്പും നല്ല പരിക്കൻ ശബ്ദവും നല്ല ഉറച്ച നിലപാടുകളൊക്കെ വേണം. നമുക്ക് കാണുന്ന സമയത്ത് തന്നെ ഒരുതരം ഭയഭക്തി ബഹുമാനമൊക്കെ തോന്നണം. അങ്ങനെ ഒരാളെ താൻ പ്രണയിക്കുന്നു വെച്ചാ താൻ കൈലാസത്തിൽ പോയി പരമശിവനെ പ്രണയിക്കേണ്ടി വരും. പത്നിയെ സ്വന്തം ഭാര്യയായി കരുതുന്ന പരമശിവനെ ആർക്കാ ഇഷ്ടമല്ലാത്തത്? അയ്യോ, മതി 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 മതി. അതൊക്കെ പോട്ടെ. താൻ കോളേജിൽ പോകുമ്പോ തനിക്ക് എന്ത് ഗിഫ്റ്റാ ഞാൻ വാങ്ങി തരേണ്ടത്? എനിക്ക് താനൊന്നും വാങ്ങിച്ചു തരണ്ട. തന്റെ ഡ്രൈവർ പണിയുടെ കൂലിയുണ്ട്. തന്റെ കാര്യം പോലും നേരാവണ്ണം നടക്കുന്നില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് താനിപ്പ എനിക്കൊന്നും വാങ്ങിച്ചു തരണ്ട. അമ്മയ്ക്ക് അച്ഛനൊന്ന് കാണണമെന്ന് പറഞ്ഞ് നിൽക്കുക. പറ്റുമെങ്കിൽ നാളൊന്ന് കൊണ്ടുപോകണം. അതിനെന്താ, നമുക്ക് പോയി കളയാം. അയ്യോ, ജയരാമൻ സാർ എന്നോട് തോട്ടത്തിലേക്ക് വരണമെന്ന് പറഞ്ഞായിരുന്നു. ഞാനതങ്ങ് മറന്നു. ഞാനൊന്ന് പോയിട്ട് വരട്ടെ. എടോ നിക്ക്, ഞാനും വരാം. വാ. ഇതാണ് ഇലവദേശം കൊട്ടാരത്തിലെ വൈദേഹി തമ്പുരാട്ടി. ഇവരുടെ നിഴൽ പോലും അറിയാതെ വേണം ഇവരുടെ പിന്നാലെ പോവാൻ. എവിടെയൊക്കെ പോകുന്നു, ആരെയൊക്കെ കാണുന്നു അറിയാനല്ല, കുറുക്കു വെച്ച് പിടിക്കാൻ. ശത്രു പിന്തുടരുന്നു കണ്ടാൽ നിമിഷ നേരം കൊണ്ട് ശത്രുവിനെ തീർത്ത് കെട്ടാനുള്ള തന്ത്രം അറിയുന്ന വീറും വീര്യമുള്ള രാജരക്തമാണ് മുന്നിലെന്ന ബോധം എപ്പോഴും ഉണ്ടാവണം. അവസരം ഒത്താലും കൊല്ലണ്ട. കാരണം മണിമാല എവിടെയെന്ന് തമ്പുരാട്ടിക്ക് അറിയാൻ കഴിയും. ആ വരവിന് ഒരു ഉദ്ദേശം ഉണ്ടാവൂ. ഒന്നുകിൽ മണിമാല ഒളിപ്പിക്കുക, അല്ലെങ്കിൽ മണിമാല കണ്ടെത്തുക. അപ്പോ അവിടെ ഒരു സംശയത്തിന് വകയുണ്ടല്ലോ ഇളയ തമ്പുരാട്ടി. തമ്പുരാനും തമ്പുരാട്ടിയും മരണപ്പെടുമ്പോ മണിമാല ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അത് ശരിയാണല്ലോ നരിയേട്ടാ. എന്ത് ശരി?